ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാനൊരു ആർട്ടാണ് ചെയ്യുന്നത്. ആ ആർട്ട് ഹൗസാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ബോബ് സ്റ്റിക്സും കൊണ്ട് ഈ മറ്റേ ഐസ്ക്രീമിൻ്റെ കണ്ടിട്ടില്ലേ ഹാൻഡിൽ പോർഷൻ, ആ ഹാൻഡിൽ പോർഷൻ നമ്മൾ ചിലവർക്ക് അങ്ങനെ കിട്ടത്തില്ലായിരിക്കും, ചിലവർക്കതൊക്കെ പെട്ടെന്ന് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ചിറ്റാർ സ്വദേശിയാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ളവർക്ക് ചിലർക്ക് പത്തനംതിട്ട അലങ്കാർ ചെല്ലാം. അല്ല, ഇപ്പം ഞാൻ ചിറ്റാറിലാണ്. ചിറ്റാർ എനിക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്. ആ കട എൻ്റെ പപ്പയുടെയാണ്. ആ കടയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചത്. അത് ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്പൂണ് നിങ്ങൾക്ക് ഈ ടൈപ്പിലെ സ്പൂണ് കിട്ടിയില്ലെങ്കിൽ ഈ സൈഡ് കാണുന്നുണ്ട്, ഈ സൈഡ് നിങ്ങൾ മുറിച്ച് കളയുക. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ആക്സോ ബ്ലേഡ്, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മുറിക്കാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിക്കാവുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ 5 റബ്ബർ ബാൻഡ് എടുക്കണം. 2 പച്ചയും 3 റെഡും ആണായിട്ട് ഞാൻ റബ്ബർ ബാൻഡാ ആയിട്ട് എടുക്കുക. 5 ഈ 2 ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ, ആ പോർഷൻ നമ്മൾ 9 സ്റ്റിക്സാണ് എടുത്തേക്കുന്നത്. 9 സ്റ്റിക്സും ബാക്കി 3 സ്റ്റിക്സും 8 എണ്ണമാണ്. ആ 9 സ്റ്റിക്സ് എന്താണെന്നറിയാമോ? റൂഫ് പോർഷൻ ആയിക്കൊണ്ട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചത് നേരത്തെ. അപ്പോൾ ഈ റൂഫ് പോർഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് 9 സ്റ്റിക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഈ പോപ്പ് സ്റ്റിക്സും കൊണ്ട് ഡൗൺവേർട്ട് നമുക്ക് അത് ഞാൻ നേരത്തെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സമയം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 8 മിനിറ്റ് കൂടുതൽ അങ്ങനെയൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഡൗൺവേർഡ്സ് പോർഷന് നമുക്ക് 5 എണ്ണമായിട്ട് നമുക്ക് പറ്റത്തില്ല. അതും കൊണ്ട് നമ്മൾ ഈ സൈഡിലോട്ട് ഒട്ടിച്ചാൽ കണ്ടു ഒരു ചെറിയ കുടില് പോലെയാവും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പകുതി ഒരു 2 കൂടെ ചെയ്യുക. ആ 2 ഇതും പിന്നെ വേറെ ഉണ്ട് ഇതുമാണ്. ആ 2 നമുക്ക് മുറിക്കാനൊക്കെ പറ്റും. ഞാനിപ്പം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 2 ഇവിടെ, 8 ഇവിടും, 2 നമുക്ക് മുറിക്കാം. ഞാൻ മുറിച്ചെടുക്കുക. ഞാൻ നേരത്തെ ചെയ്തതായത്. അപ്പോൾ ഈ 2 ഇവിടും ചെയ്യാം. ഈ മഴയാണ്, അതുകൊണ്ട് കറണ്ടും പോകും കറണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം. കറണ്ട് പോയതാ കുറച്ച് വന്നേരം ഞാൻ എൻ്റെ ലൈറ്റ് ഓൺ ആക്കിയത്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 2 സ്റ്റിക്സ് 5 ഉണ്ടെങ്കിൽ 2 ചെയ്താൽ പറ്റത്തില്ല. 3 കൊണ്ട് ചെയ്യാം. മനസ്സിലാകട്ടെ? 3 കൊണ്ട് ചെയ്താലേ പറ്റത്തില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. 5 + 3 എത്ര? 8 അല്ലേ? ആ 3 ഈ 3. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്. ഈ സൈഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത്, അത് പ്രശ്നമില്ല. നമുക്ക് ഈ സാധനം കൊണ്ട് കളയാൻ പറ്റും. ഈ സാധനം ആ പ്ലെയർ എടുത്തിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഇങ്ങനെയല്ലേ ഇരിക്കണ്ടേ? ഇങ്ങനെ ഇരിക്കുന്ന ഡൗൺ പോർഷന് പറയുന്നതാണ് ഇങ്ങനെ മുറിച്ച് കളയുക. ഇപ്പം കണ്ടോ ഡൗൺ ഇത് കണ്ടോ? ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നേരെ ഇരിക്കും. ഇനി ഇവിടെ ഇതേ സെയിം തന്നെ ഇതിലോട്ടും വെച്ചിട്ട് അടിക്കുക. എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ആ പൊട്ടിയിട്ടൊന്നുമില്ല. എന്നിട്ട് അതേ സെയിം തന്നെ ഇവിടും അടിക്കുക. അങ്ങനെ നമ്മൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നു. ആ 5 കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതാ പറയുന്നത്, 5 കൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ ചിലർ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ചെയ്യാം. കാർഡ്ബോർഡ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാവേ. ഇപ്പം ഈ 5 3 ഞാൻ കൺവേർട്ട് ചെയ്തത്. ആ 3 കറക്റ്റ് സെയിം അളവിൽ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് അതേ സെയിം തന്നെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്
അയ്യോ പറ്റത്തില്ല, അത് നമുക്ക് ഓടിക്കാൻ പറ്റും ഇങ്ങനെ. ഉണ്ടോ, ഇത് സെയിം നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾ കാണത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വെച്ച് ഒട്ടിക്കും. അത് നമുക്ക് ഫെവിക്വിക്കും കൊണ്ടാണ് ചെയ്യുന്നത്. ഫെവിക്വിക്ക് എടുത്തിട്ട്, ഫെവിക്വിക്കല്ല പ്ലസ് ക്വിക്ക് എടുത്തിട്ട് നിങ്ങൾ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടിലോട്ട് ഒട്ടിക്കുക. ഈ മിഡിൽ പോർഷൻ ഒട്ടിക്കുമ്പോഴാണ് എഴുതി കിട്ടുന്നത്. ചിലപ്പോൾ നമ്മുടെ കാർഡ്ബോർഡൊക്കെ ആയിക്കോളും, അത് അന്നേരം തന്നെ നമ്മൾ അങ്ങ് ഇളക്കി കളയണം കേട്ടോ. ഈ കുട്ടി ഇപ്പം ഞാൻ രണ്ടുപേരോട്, വലിയവരും ചെറിയവരോടുമാണ് പറയുന്നത്. കുട്ടികൾ പ്രത്യേകിച്ച് ഇത് സൂക്ഷിക്കുന്ന ഒരു കാര്യം വേണം. കൈ വീണ മോനെ പൊള്ളും, ഇത് പൊള്ളും, കൈ വീണ ഇത് നല്ല പോലെ പൊള്ളും. അതുകൊണ്ട് വലിയൊരു ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇവരെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഞാൻ ഈ സ്കൂൾ മോഡേന് വരുമ്പോൾ നമുക്ക് സ്കൂളിൽ എന്തെങ്കിലും വീടുണ്ടാക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ പ്ലസ് ക്വിക്ക് അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോകും. എനിക്ക് അനുഭവം വന്നിട്ടുള്ളതാണ്. പ്ലസ് ക്വിക്ക് അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പം വേണ്ട കൈ അങ്ങ് പൊള്ളും. മിസ് അപ്പം ചോദിക്കും എന്തുവാടാന്ന് പറഞ്ഞ് മിസ് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നമ്മൾ പറയും മിസ്സേ കൈ പൊള്ളി എന്ന് പറഞ്ഞ് മിസ്സിനോട് നമ്മൾ പറയും. അപ്പം വേണ്ട മിസ്സ് നമ്മളോട് വഴക്ക് പറയത്തില്ല. ഞാനിപ്പോൾ ICSEയിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ കൊച്ചിറക്കനാണ്, ശരിക്കും ഞാനിപ്പോൾ കൊച്ചിറക്കനാണ്. ഞാൻ 6ല്ല കേട്ടോ, ഞാനിപ്പോൾ 6ല്ല. ഈ SUPW എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് പ്ലസ് ക്വിക്ക് എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയൊരു സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ, കൈ പൊള്ളും. അപ്പം വേണ്ട നമ്മുടെ കൈ പോവും. എന്താ വെച്ചിട്ടുണ്ടേ കൈ പിന്നെ